ഇക്കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ ഒരു മാറ്റത്തിന് നാന്ദി കുറിച്ച തെരഞ്ഞെടുപ്പാണ്. അസാധ്യമെന്ന് കരുതിയ കോട്ടകൾ ഓരോന്നും വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ് തകർത്തെറിഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയ ചരിത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം. അതിന് നേതൃത്വം നൽകിയത് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ NDA നേതൃത്വമാണ്. കഴിഞ്ഞ 6-7 ദശാബ്ദക്കാലമായി ലക്ഷോപലക്ഷം വരുന്ന BJPയുടെ പ്രവർത്തകരുടെ സ്വപ്നത്തിന്റെ സഫലീകരണത്തിലേക്ക് നമ്മൾ അടുത്തെത്തുകയാണ്. എത്രയോ വീരബലിദാനികൾ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്തപ്പോൾ അവർ കണ്ട ഒരു സ്വപ്നമുണ്ട്. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സർവ്വതും സമർപ്പിച്ച് കഠിനാധ്വാനം ചെയ്ത് ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത നമ്മുടെ പൂർവികരായിട്ടുള്ള പ്രവർത്തകർ കണ്ട സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്ന ഒരു സുദിനത്തിനായി നമ്മളെല്ലാവരും കഠിനമായിട്ട് പരിശ്രമിച്ചു. അതിൻ്റെ ഫലം കേരളത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. BJP ഇന്ന് കേരളത്തിൽ അധികാര സ്ഥാനത്തെ അനിഷേധ്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾക്കിന്ന് കേരളത്തിൽ 4 MP-മാരുണ്ട്. ആ 4 MP-മാരിൽ 2 പേർ കേന്ദ്രമന്ത്രിമാരാണ്. ഞങ്ങൾക്കിന്ന് കേരളത്തിൽ 3 MLA-മാരുണ്ട്. ഓരോരുത്തരും പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. ഞങ്ങൾക്കിന്ന് കേരളത്തിൽ ഒരു മേയറുണ്ട്. അതും തലസ്ഥാന നഗരത്തിന്റെ മേയർ BJP-യാണ്. ഞങ്ങൾക്കിന്ന് കേരളത്തിൽ 2 മുനിസിപ്പൽ ചെയർമാൻമാരുണ്ട്. ഞങ്ങൾക്ക് 2000-ൽ പരം വരുന്ന ജനപ്രതിനിധികളുണ്ട്. കേന്ദ്രമന്ത്രി മുതൽ 100 കണക്കിന് ജനപ്രതിനിധികളുള്ള അധികാര രാഷ്ട്രീയത്തിൽ അനിഷേധ്യമായിട്ടുള്ള ഒരു പാർട്ടിയായി ഈ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കും. ഇത് ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്നതല്ല. 2026-ൽ നടന്ന 16-ാമത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് BJP നേതൃത്വം നൽകിയ ഒരു തെരഞ്ഞെടുപ്പാണ്. BJP കേരളത്തിൽ മുന്നോട്ട് വെച്ചു വികസിത കേരളം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. 70 വർഷം കേരളം ഭരിച്ച ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഇത്രയും കാലമായിട്ട് മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് BJP-യാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖറിന്റെ പുറകിൽ ആ മുദ്രാവാക്യത്തിന്റെ പിന്നണിയിൽ അണിചേരേണ്ട അവസ്ഥയാണ് കേരളം 10 വർഷം ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും, അതോടൊപ്പം തന്നെ കേരളത്തിൽ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന VD സതീശനും ആ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ആരംഭം മുതൽ അവസാനം വരെ കേരളത്തിന്റെ രാഷ്ട്രീയ ചലനങ്ങൾ BJP കേന്ദ്രീകൃതമായി മാറി എന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏറ്റവും മികവാർന്ന മുന്നേറ്റമായിട്ട് കാണുകയാണ്. അതേ സമയത്ത് ഞങ്ങൾ കേവലം വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യത്തിൽ ഒതുക്കിയില്ല. അതിനപ്പുറത്തേക്ക് ഈ കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മസ്തിഷ്കങ്ങളിൽ മാറാത്തതിന് മാറും എന്ന മുദ്രാവാക്യം ഞങ്ങൾ എത്തിച്ചു. ആ മുദ്രാവാക്യം കേരളത്തിലെ കൊച്ചു കുട്ടികൾ മുതൽ വിളിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ജനകീയമായ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ജനകീയമായ ജനങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച മുദ്രാവാക്യം മാറാത്തതിന് മാറുമെന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തെ ഇന്ന് കേരളം അനർത്ഥമാക്കിയിരിക്കുന്നു. ദൗർഭാഗ്യവശാൽ അത് UDF-ന് അധികാരം കിട്ടി എന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ അധികാരം കിട്ടിയത് പോസിറ്റീവായിട്ടുള്ള ജനങ്ങളുടെ താല്പര്യം കൊണ്ടല്ല. ഇടതുപക്ഷത്തിനോടുള്ള വിരോധം വലതുപക്ഷത്തിന് അധികാര സ്ഥാനത്ത് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി, പോസിറ്റീവായി, ക്രിയാത്മകമായി ഈ കേരളത്തിലെ ജനത വോട്ട് ചെയ്തിരിക്കുന്നത് BJP-ക്കാണ്. അവർക്കറിയാം BJP അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നറിയാം. പക്ഷെ BJP ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, വികസിത കേരളം എന്ന മുദ്രാവാക്യം, മാറാത്തതിന് മാറുമെന്ന മുദ്രാവാക്യം, പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിന് ഈ നാട് നൽകിയ വോട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ച 30 ലക്ഷത്തിൽ പരം വരുന്ന വോട്ട്. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഭാവാത്മകമായിട്ടുള്ള വോട്ട് സമ്പൂർണമായും ലഭിച്ചിരിക്കുന്നത് BJP-ക്കാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്കുണ്ടായ നേട്ടം ശ്രദ്ധേയമാണ്. 9 അസംബ്ലികളിൽ BJP-ക്ക് 30%-ലേറെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. 7 അസംബ്ലികളിൽ BJP-ക്ക് 25%-ലേറെ വോട്ട് ലഭിച്ചു.
30 സീറ്റുകളിൽ ബി ജെ പിക്ക് 20% മുകളിൽ വോട്ട് ലഭിച്ചത് 30 സീറ്റുകളിലാണ്. 3 MLA മാർ ജയിച്ചു വന്നു. കേരളത്തിൽ 31 ലക്ഷത്തോളം വോട്ട് താമര ചിഹ്നത്തിൽ ലഭിച്ചിരിക്കുകയാണ്. 2021 താരതമ്യം ചെയ്യുമ്പോൾ 2026 5 ലക്ഷം വോട്ടാണ് ബി ജെ പിക്ക് വർദ്ധിച്ചിരിക്കുന്നത്, കൂടുതലായി കിട്ടിയിരിക്കുന്നത്. ഇതാണ് നേട്ടം. ഇതാണ് ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെ സ്വാധീനം, അതിൻ്റെ അധികാരശക്തി ഉറപ്പിച്ചതിൻ്റെ ദൃഷ്ടാന്തം ഇതാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇനി അസാധ്യമായി ഒന്നുമില്ല. ഒരു ലക്ഷ്യം നിശ്ചയിച്ച് അതിനായി നിരന്തര പരിശ്രമം, നിശ്ചയദാർഢ്യത്തോടെ, ഒറ്റ മനസ്സോടുകൂടി എല്ലാവരും ചേർന്ന് നടത്തിയാൽ ഏത് ലക്ഷ്യവും സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 2014 തിരുവനന്തപുരം പാർലമെന്റിൽ ശ്രീ ഒ രാജഗോപാൽ കേവലം 14,000 വോട്ടിന് 2ാം സ്ഥാനത്ത് വന്നു. കേരളത്തിലെ പ്രവർത്തകരുടെ ആ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് അദ്ദേഹത്തെ 2016 നേമത്ത് നിന്ന് MLA ആയി അസംബ്ലിയിലേക്ക് ജയിപ്പിച്ചെടുത്തു. 2015 ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ കേവലം 6 കൗൺസിലർമാർ മാത്രമുള്ള ഒരു പാർട്ടിയായിരുന്നു. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 നിന്ന് 35 എന്ന ഒരു കുതിച്ചുചാട്ടം ബി ജെ പിക്ക് തിരുവനന്തപുരം നഗരത്തിൽ സാധ്യമായി. 2019 തൃശ്ശൂരിൽ പാർലമെന്റിലേക്ക് മത്സരിച്ചത് ശ്രീ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി അവിടെ പരാജയപ്പെട്ടു. പക്ഷേ 2024 ആയപ്പോൾ അതേ തൃശ്ശൂരിൽ നിന്ന് 3/4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ സുരേഷ് ഗോപി ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തി. ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിയത് ഞാൻ സൂചിപ്പിച്ചു. അതേസമയത്ത് തിരുവനന്തപുരം പാർലമെന്റിൽ കേവലം 16,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ ഈ കേരളം വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം ഈ നാട്ടിലെ ഓരോരുത്തരോടൊപ്പം നിരന്തരമായിട്ട് നിന്ന് പ്രവർത്തിച്ചു. ഇന്ന് 2026 ആയപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്ന് കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് എത്തിയ MLA ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കും. അതുപോലെ 2024 ശ്രീ വി മുരളീധരൻ ആറ്റിങ്ങൽ പാർലമെന്റിൽ നിന്ന് മത്സരിച്ചു. അദ്ദേഹവും ഏകദേശം 16,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ പരാജിതനായി. ആ വി മുരളീധരൻ ഇന്ന് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീ BB ഗോപകുമാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 3 പ്രാവശ്യം ചാത്തന്നൂർ മണ്ഡലത്തിൽ മത്സരിച്ചു. 2 പ്രാവശ്യവും അദ്ദേഹം പരാജയപ്പെട്ടു. ആദ്യം പരാജയപ്പെടുന്നത് ഏകദേശം 25,000-ലേറെ വോട്ടിന്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. അത് അടുത്ത് മത്സരിക്കുമ്പോൾ ആദ്യം കിട്ടിയതിനേക്കാൾ 10,000-ലേറെ വോട്ട് അദ്ദേഹത്തിന് കൂടുതലായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു. അവസാനം ഇപ്പോൾ ചാത്തന്നൂരിൽ നിന്ന് ജയിച്ചു വരുമ്പോൾ അദ്ദേഹം 4,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വരുന്നത്. ഇതാണ് ബി ജെ പിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ചരിത്രം. ഇത്തരത്തിലുള്ള ചരിത്രത്തിന്റെ ആവർത്തി ഇനിയും ഈ കേരളത്തിൽ ഉണ്ടാകും. 2015 6 നിന്ന് 35 സീറ്റിലേക്ക് എത്തിയ തിരുവനന്തപുരം നഗരസഭ, ആ തിരുവനന്തപുരം നഗരസഭ 2025 ആയപ്പോൾ 35 നിന്ന് 50 എത്തി. മേയറും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഉൾപ്പെടെ സർവാധികാരവും ഭാരതീയ ജനതാ പാർട്ടിക്ക് സംഭാവന ചെയ്യുന്ന അവസ്ഥയിലേക്ക് തിരുവനന്തപുരം നഗരസഭയെ മാറ്റിയെടുക്കാൻ സാധിച്ചു. പാലക്കാട് മുനിസിപ്പാലിറ്റി തുടർച്ചയായി 3 പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചു. കാസർഗോഡ് മധൂർ പഞ്ചായത്ത് തുടർച്ചയായി 45 വർഷക്കാലം BJP ഭരിക്കുന്ന പഞ്ചായത്തായി ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ എറണാകുളത്തിന്റെ ഹൃദയഭാഗമായിട്ടുള്ള തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രവർത്തകരുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു. ഇത്തരത്തിൽ നിശ്ചയദാർഢ്യത്തിന്റെയും
ലക്ഷ്യം നിശ്ചയിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ അസാധ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ വീണ്ടും തെളിയിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കരുത്ത് കാണിച്ച പാർട്ടി BJP ആണ്, NDA ആണ്. കഴിഞ്ഞ 2021 താരതമ്യം ചെയ്യുമ്പോൾ 2026 BJPക്ക് 5 ലക്ഷത്തിലധികം വോട്ട് അധികമായിട്ട് ലഭിച്ചിരിക്കുന്നു. ഈ രീതിയിൽ BJPയുടെ ശക്തി ഏറ്റവും ഗണ്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതിനായിട്ട് കൂട്ടായി പ്രവർത്തിച്ച, ഈ ലക്ഷ്യത്തിന് വേണ്ടി കഠിനമായിട്ട് പരിശ്രമിച്ച കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ അങ്ങേയറ്റം അഭിനന്ദനം അറിയിക്കുകയാണ്. BJP ഒരു ലക്ഷ്യം നിശ്ചയിച്ച് അതിലേക്കായി നിശ്ചയദാർഢ്യത്തോടുകൂടി നിതാന്തമായി പരിശ്രമിച്ച് അത് നേടിയെടുക്കുന്നതിൻ്റെ അനുഭവങ്ങൾ കേരളത്തിലും ലഭ്യമാണ്. 2016 കേവലം 3 MLA-മാർ മാത്രമുണ്ടായിരുന്ന പശ്ചിമ ബംഗാൾ നമ്മുടെ മുന്നിലിട്ടു. 2021 ആയപ്പോൾ 3-ൽ നിന്ന് 77 എന്ന ഒരു വലിയ സംഖ്യയിലേക്ക് മാറി. BJP പശ്ചിമ ബംഗാളിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തി. 2026 ആയപ്പോൾ ആ 77-ൽ നിന്ന് 207 എന്ന ഗംഭീര ഭൂരിപക്ഷത്തിലേക്ക് പശ്ചിമ ബംഗാളിലെ ജനത BJPയെ എത്തിച്ചു. ഈ പശ്ചിമ ബംഗാളിന്റെ ചരിത്രം കേരളത്തിലും ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി കേരളത്തിൽ ഒരു വസന്തമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി കേരളത്തിൽ അധികാര സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ പോകുന്നില്ല. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തിന്റെ തനിയാവർത്തനം ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായി ഞങ്ങൾ ഇതാ 1000 ദിവസത്തെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 2029 നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഭൂരിപക്ഷം MP-മാരെയും താമര ചിഹ്നത്തിൽ വിജയിപ്പിക്കും. അതിനുവേണ്ടിയുള്ള നിശ്ചയദാർഢ്യം, അതിനുവേണ്ടിയുള്ള നിതാന്തമായ പരിശ്രമം, ആ ലക്ഷ്യവുമായി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇടതിനും വലതിനും ബദലായി വികസിത കേരളം സാക്ഷാത്കരിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന കേരളത്തിന് ലഭ്യമായിരിക്കുന്ന ബോധ്യം, ആ ബോധ്യം മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യത്തിന്റെ യാഥാർത്ഥീകരണത്തിലേക്ക് ചെന്നെത്തുന്ന ആ സുദിനത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിനുവേണ്ടി അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ എന്നാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അപേക്ഷിക്കാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്.